ആണെങ്കിൽ കുടുംബം നന്നാകണം. നമുക്ക് ലോകത്ത് ദുഃഖിക്കാനും സന്തോഷിക്കാനും അവസരമുണ്ട്. ഞാൻ പലപ്പോഴും ഈ കരയിപ്പിക്കുന്ന സിനിമ കാണുകയില്ല. കാരണം കരയാനുള്ള വകുപ്പ് അല്ലാതെ തന്നെയുണ്ട്. കാശ് കൊടുത്തിട്ട് പിന്നെ കരയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം ജീവിതത്തിൽ സുഖമുണ്ട്, ദുഃഖമുണ്ട്, ഇതിങ്ങനെ മാറി മാറി വരും. ഒരുപാട് ടെൻഷൻ പിടിക്കുമ്പോഴാണ് ഒരു ഉത്സവം സന്തോഷിക്കാൻ. ഒരുപാട് ടെൻഷൻ പിടിക്കുമ്പോൾ ഒരു വിഷു സന്തോഷിക്കാൻ. ഒത്തിരി ടെൻഷൻ പിടിക്കുമ്പോൾ ഒരു ഓണം സന്തോഷിക്കാൻ. ചില മനുഷ്യരുണ്ട് എപ്പോഴും ദുഃഖിച്ചുകൊണ്ടിരിക്കും, സന്തോഷിക്കാൻ പറ്റത്തേയില്ല. ജീവിതം 2 ആൽബങ്ങളാണ്. നമ്മുടെ വീട്ടിൽ 2 ആൽബങ്ങൾ. ഒന്ന് സന്തോഷത്തിൻ്റെ ആൽബം, 2 ദുഃഖത്തിൻ്റെ ആൽബം. സന്തോഷത്തിൻ്റെ ആൽബമാണ് ഒരു പുതിയ വീടിൻ്റെ ബ്ലെസ്സിങ്, കുഞ്ഞുങ്ങളുടെ ഒരു ചരടുകെട്ട്, ഒരു പരീക്ഷ, അവാർഡ്, ഇതൊക്കെ സന്തോഷത്തിൻ്റെ ആൽബം. ദുഃഖത്തിൻ്റെ ആൽബം 50 വയസ്സ് പ്രായമുള്ള ഒരു സഹോദരി 10 പഠിക്കുന്ന മോനെയും കൊണ്ട് എന്നെ കാണാൻ. ഈ സഹോദരി ആണെങ്കിൽ കരിക്കട്ട പോലെ കറുത്തയാൾ, മുഖമെല്ലാം വീർത്തിരിക്കുന്നു. എന്നോട് പറഞ്ഞു, അച്ഛൻ മോനെ തലേ കൈവച്ച് ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്നാ ഒരു വിശേഷം? പസ്ത്രീ ചോദിച്ചു, അച്ഛാ കറുപ്പ് മോശം നിറവാണോ? നമ്മൾ നല്ല കോഫി തന്നെ കറമല്ലാതെ, ആഫ്രിക്കക്കാർ കറമല്ലാതെ, വെസ്റ്റ് ഇൻഡീസുകാർ കറമല്ലാതെ. എൻ്റെ അച്ഛോ, അവിടെയൊക്കെ കറുപ്പ് ഒരു മഹാഭാഗ്യം. പക്ഷെ എൻ്റെ ഈ കറുപ്പ് എനിക്കൊരു വലിയ ശാപം. അതെന്താ? ഞാൻ ജനിച്ചു വീണ നാളുകളിൽ എൻ്റെ അമ്മ എന്നെ വിളിച്ചു പുള്ളിക്കാക്ക പുള്ളിക്കാക്ക, കൂട്ടുകാരെ വിളിച്ചു കരിങ്കാക്ക കരിങ്കാക്ക, കെട്ടിയവൻ വിളിച്ചു മുതുകാക്ക, ഈ മോൻ വിളിച്ചു അമ്മക്കാക്ക. വിളി കേട്ട് മടുത്തു. വേണ്ടാ, നീ അമ്മയെ കാക്കയെന്ന് വിളിച്ചാൽ 10 തോറ്റു പോവും. ഗതി പിടിക്കൽ മേലിൽ നീ അങ്ങനെ വിളിച്ചേക്കൽ. കണ്ണുരുട്ടി അവനെ വരട്ടി വിട്ടു. അവൻ അച്ഛൻ മേലിൽ ഞാനിങ്ങനെ വിളിക്കുകയില്ല. പിന്നെ 5-6 മാസത്തേക്ക് വന്നില്ല. 6 മാസം കഴിഞ്ഞ് ഈ സ്ത്രീ മോനെയും കൊണ്ട് വന്നു. മുഖം പൂർവാദ്യം ഇടിമിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്നാ ഉണ്ട്? ഓ, എന്നാ പറയാനാച്ചാ, ഒരു ഇതുമില്ല, ഒരു ഏതാണ്ട് പോലെ. ഞാൻ ചോദിച്ചു, കാക്ക പിന്നെയും പ്രശ്നമെല്ലാം ഉണ്ടാക്കിയോ? ഓ, എന്നാ പറയാനാ. കെട്ടിയവൻ കാക്കയെന്ന് വിളിച്ചോ? ഇല്ല. നാട്ടുകാരെ വിളിച്ചോ? ഇല്ല. ഈ മോൻ വിളിച്ചോ? അച്ഛൻ അവനോട് തന്നെ ചോദിക്കുക, ചേട്ടാ നീ നിന്റെ അമ്മയെ പിന്നെ നീ കാക്കയെന്ന് വിളിച്ചോ? വിളിക്കുകയെന്ന് പറഞ്ഞതല്ലേ, പിന്നെ അമ്മയുടെ സങ്കടം എന്താ? അച്ഛൻ അമ്മയോട് തന്നെ ചോദിക്കുക. നമ്മത്തെ കെട്ടിയവൻ വിളിച്ചില്ല, നാട്ടുകാരെ വിളിച്ചില്ല, ഈ മോനും വിളിച്ചില്ല, പിന്നെ ഈ സങ്കടം എന്താ? ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ഛോ ഇവനെ കാക്കയെന്നൊന്നും വിളിക്കണ്ട. ഇവനെപ്പെല്ലാം എന്നോട് അരിശം വരുമോ, അരിശം വരുമ്പോഴെല്ലാം ഇവൻ എന്നെ ഇങ്ങനെ കാണിക്കും. ഇതാണ് പ്രശ്നം. ജീവിതം ഇങ്ങനെയാണ്. എല്ലാം നന്നായിട്ട് കെട്ടിയവനൊക്കെ ഇങ്ങനെ കാണിക്കും, വാഴരുത്. ഭാര്യ ഇങ്ങനെ കാണിക്കും, തളരരുത്. മക്കളും ഇങ്ങനെ കാണിക്കും, നമ്മൾ ചെറുതാകരുത്. ദുഃഖവും സന്തോഷവും 2 ആൽബം പോലെ കുടുംബത്തിലുണ്ട്. അങ്ങനെ പോകുമ്പോൾ ദുഃഖിക്കാൻ മാത്രമല്ല സന്തോഷിക്കാനുള്ളതാണ് ഈ ഉത്സവ ദിവസങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഒരുമിച്ച് വരുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, സ്നേഹം പങ്കിടുന്നു, പകുത്തു കൊടുക്കുന്നു. പഠിപ്പിക്കുന്ന ജീവിതം ഒറ്റയ്ക്കല്ല, ഒരുമിച്ച് ജീവിക്കും. ജാതിയോ മതമോ അതെന്തോ ആകട്ടെ, ജീവിതം ഒന്നേ ഉള്ളൂ. അത് ആനന്ദിക്കണം. ആനന്ദിക്കുന്ന അപ്പനാകണം, ആനന്ദിക്കുന്ന അമ്മയാകണം, ആനന്ദിക്കുന്ന കുടുംബമാകണം. അപ്പോൾ കുടുംബജീവിതം ഒരു ഉത്സവമാകും. അതിൻ്റെ ആഘോഷമാണ് ഈ നടത്തുന്ന ചെറിയ ഉത്സവത്തിൻ്റെ ആഘോഷ പരിപാടികൾ. നമ്മളത് എന്നും ഓർക്കുക. ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളെ കാണുക. സ്നേഹമുള്ളവരെ, ദൈവം നമുക്ക് ഒരു കുടുംബം തരുമ്പോൾ, ദൈവം തിരുമുമ്പാകെ കുടുംബത്തെ നമ്മൾ സമർപ്പിക്കുമ്പോൾ, ഇതൊരു തീർത്ഥാടക സ്ഥലമായിട്ട് നമ്മൾ പറയുന്നു. ചെമ്പകശ്ശേരി ആലുകുളം മുതലുള്ള ഒരു പാരമ്പര്യങ്ങളിൽ പുലിക്കോട്ടിൽ ദേവസ്ഥാനം എന്ന സ്ഥലത്ത് നമ്മളിത് ആഘോഷിക്കുമ്പോൾ നമ്മുടെ വീട് ദേവസ്ഥാനമാകണം, നമ്മുടെ കുടുംബം ഒരു ക്ഷേത്രമാകണം, നമ്മുടെ വീട് ഒരു വിദ്യാലയമാകണം. അങ്ങനെ നവീകരണ ശക്തി ഈ ദിവസങ്ങളിൽ നമുക്ക് ലഭിക്കണം. ഇവിടെ നിന്ന് ഇന്ന് 10 കൂട്ടം കുടുംബങ്ങൾ നമുക്കിടയിലുണ്ട്. അതിലേതിൽ പെടും നമ്മുടെ കുടുംബമെന്ന് ഈ പ്രാർത്ഥനാ ദിവസങ്ങളിൽ ഓർക്കുക. 1, കുടുംബം ഒരു മദ്യഷാപ്പ്. ചില കുടുംബങ്ങൾ കള്ളു വിളമ്പും, ലഹരി വിളമ്പും. ചില ആണുങ്ങൾക്ക് കുടിച്ചാലേ ഒരു രസമുള്ളൂ, കുടിക്കുന്നവർക്ക് അതിന് ന്യായീകരണമുണ്ട്. ഓണമാണ്, അല്പം കുടിച്ചു. വിഷു ആണ്, സ്വല്പം കുടിച്ചു. ദീപാവലിയാണ്,
ദീപാവലിയാണ് അല്പം കുടിച്ചു, നാടിൻ്റെ ഉത്സവമാണ് സ്വല്പം കുടിച്ചു. ഒന്നുമല്ലാത്ത ദിവസം ഒരു അങ്കിള് കുടിച്ചു പോയി. പൊന്നു ചേട്ടാ എന്നാത്തിന് ഇന്നും കുടിച്ചത്? അയാളുടെ മറുപടി, എൻ്റെ കൊച്ച് മുലകുടി നിൽപ്പിൻ്റെ ഓർമ്മയ്ക്ക് ഉപ്പുകുടി ആരംഭിച്ചതാണ്. ഇപ്പോൾ കുടിക്കുന്നവരുണ്ട്. വീട് മദ്യഷാപ്പ്. കഴിഞ്ഞ ഓണത്തിന് ഞാൻ പല ഭാഗത്ത് ധ്യാനിപ്പിച്ച് നടന്നപ്പോൾ കണ്ടു പലകൂട്ടം കള്ളച്ചാരായങ്ങൾ. ഒരെണ്ണത്തിൻ്റെ പേര് ഓടെ മറിയം. 2 തവണ കുടിച്ചാൽ മതി, കുടിച്ചാൽ അടുത്തുള്ള ഓടയിലോട്ട് മറിഞ്ഞു പോയി. ഓടെ മറിയം. വേറൊന്നും മണവാട്ടി. കുടിച്ചാൽ മുടിഞ്ഞ നാണോ തിരുമിക്കൊണ്ടിരിക്കും, കയ്യേന്ന് വിടുകയല്ല. വേറൊന്ന് പുല്ല് പെറുക്കി. കുടിക്കുന്ന രക്തം വീഴുന്നവരെ മുറ്റത്ത് കുത്തി സകലമാന പുല്ല് പറിക്കാൻ തുടങ്ങും, വെട്ടുമെന്ന് എണ്ണിന് പോയല്ല. വേറൊന്ന് പോസ്റ്റേ കയറി. 2 കഴിച്ചാൽ മതി, ചാമ്പ പേര കപ്പളം കമുക ഇലക്ട്രിക് പോസ്റ്റ്, കയറുക ഇറങ്ങുക ഇറങ്ങുക കയറുക. വേറൊരു പേരാണ് പോസ്റ്റ്മാൻ. കുടിച്ചാൽ മതി, കറങ്ങിക്കൊണ്ടിരിക്കും, സ്വന്തം വീട് മാത്രം എവിടെയാണെന്ന് യാതൊരു പിടിയില്ല. ഒരു ചാണ്ടിച്ചാടുന്ന മനുഷ്യൻ കുടിക്കാൻ പോയി. പൂസായി കഴിഞ്ഞപ്പം വീട് അറിയത്തില്ല. കുറേ കൂട്ടുകാർ ഇയാളെയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ വന്നു. മണി അടിച്ചു. ഭാര്യ ചോദിച്ചു, ആരാ? ഒരു ഞങ്ങൾ ചാണ്ടിയെ കൊണ്ട് വന്നതാണ്. കിട്ടിയവൻ്റെ പേര്. കുടിക്കുന്ന കിട്ടിയവൻ്റെ കൂട്ടുകാരൻ അടിച്ചോ? അവിടെയെങ്ങാനും ചാണ്ടിയച്ച് പോകണം പറഞ്ഞു. 1/2 മണിക്കൂറായി വരുന്നില്ല. വീണ്ടും മണി അടിച്ചു. ഈ സ്ത്രീ ചോദിച്ചു, ആരാന്നല്ലേ ചോദിച്ചത്? ഞങ്ങൾ ചാണ്ടി കൊണ്ട് വന്ന് പറഞ്ഞില്ലേ, നിർത്തിയിട്ട് പോകാനല്ലേ പറഞ്ഞത്? അവൻ്റെ മറുപടി, പൊന്നു പെങ്ങളെ പുറത്തേക്ക് ഇറങ്ങി വന്നു, ഞങ്ങളിൽ ആരാ ചാണ്ടിയിൽ നിന്നും കാണിച്ചു തരാമോ? ഇതാണ് പോസ്റ്റ്മാൻ. ഇപ്പം വീട് പലതുണ്ട്. വീട് ഇപ്പം നമ്മുടെ വീട് ഒരു മദ്യഷാപ്പാണ്. പ്രാർത്ഥന ഈ ഒരു ദൈവിക സ്ഥലത്ത് നടത്തുമ്പോൾ അങ്ങനെയുള്ള തിന്മകളുണ്ടോ ഉപേക്ഷിക്കണം. വീട് ഒരു മദ്യഷാപ്പാണ്. 2, ചില കുടുംബങ്ങളുണ്ട്, ആ കുടുംബത്തെ വിളിക്കും വീട് ഒരു കശാപ്പ് കട. നടത്തുന്ന കുഞ്ഞുങ്ങളെ നശിപ്പിച്ച കുടുംബങ്ങൾ അത് ശാപമേറ്റ കുടുംബങ്ങളാണ്. പ്രാർത്ഥനകളും ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ പരിഹാരം ആരും വരെ അത് ചെയ്തില്ലെങ്കിൽ ജീവിക്കുന്ന മക്കളുടെ മേൽ ഒരു ശാപത്തിൻ്റെ വാൾ ഓർക്കാപ്പുറത്ത് വന്ന് വീഴും. ജീവൻ തന്ന ഈശ്വരനെ ജീവനെടുക്കാൻ അവകാശമുള്ളൂ. ആർക്കും കത്തിവെക്കാൻ പറ്റിയല്ല. നമ്മൾ പറയും കൊറോണ വൈറസ് 2 വർഷക്കാലം ശാപത്തിൻ്റെ വർഷങ്ങൾ. 59,80,000 പേര് ഡയറക്റ്റ് വൈറസിൽ മരിച്ചു. ജീവനോടെ കണക്ക്. എങ്കിൽ ആ 2 വർഷങ്ങളിൽ ഈ ഭൂമിയിൽ 1,08,00,000 കുഞ്ഞുങ്ങൾ ജനിച്ചു. 2 വർഷക്കാലം അബോർഷനില്ല, പൂർണ്ണഗതിയില്ല, അതിൻ്റെ ക്ലിനിക്കില്ല. ശാപത്തിൻ്റെ നാളുകൾ വഹിച്ചു കൊണ്ടുവന്ന നന്മയുടെ വരങ്ങളുമുണ്ട്. ഇപ്പം വീട് ഒരു കശാപ്പ് കടയാണ്. 1 വീട് ഒരു മദ്യഷാപ്പ്, 2 കശാപ്പ് കട. 3 നമ്മുടെ വീട് ഒരു സിനിമാ തിയേറ്റർ. എപ്പോഴും റിമോട്ട് ചാടിച്ച് പരസ്യം വരുമ്പം തവളയാട്ടം പോലെ അടുത്ത ചാനലിലേക്ക് പോവുക. വീട് ഒരു സിനിമാ തിയേറ്റർ. ചില കുടുംബങ്ങൾ, ഒരു മനുഷ്യൻ പറഞ്ഞു, എൻ്റെ അച്ചു എൻ്റെ ഭാര്യ TV സീരിയൽ കാണാൻ വരുന്നത് വടക്കൻ വീരഗാഥയിലെ പോലെ ടർക്കിട്ടുകളിൽ കയറ്റി കൊടുത്ത് സോപ്പ് പതിച്ച് വേഗം നനച്ച് ഒറ്റ ഇരിപ്പാണ്. അതെന്താ, പരസ്യം വരുമ്പം വെള്ളമൊഴിക്കാൻ പോയാൽ മതിയെന്ന് സമയം ലാഭിക്കാൻ വേണ്ടിയാണ്. ചില പെണ്ണുങ്ങളെ കാണാം വൈകിട്ട് 6 മണിക്ക് കുളിച്ച് ഒരുങ്ങി നൈറ്റ് ചെയ്ത് മുടി പൊക്കി കെട്ടി അതിൽ ഞണ്ട്, തേള്, പഴുതാര, ആമ, കൊടക്കമ്പി, വിറകമ്പി, ഇരുമ്പൂള, ആപ്പ് ഇതും കുത്തിക്കയറ്റി നെഞ്ചിലൊരുകെ ഒരു ടർക്കിറ്റൽ തൊട്ടി ഇരിപ്പ. കാരണം 7 മുതൽ ഒരുപാട് കണ്ണുനീര് വീണ് കുതിരാനുള്ള നെഞ്ചാണിത്. ഏതെല്ലാം ടൈപ്പുകൾ. ഈ ഇട ചിലപ്പോൾ വരുന്നത് മുൻ രാഷ്ട്രപതി KR നാരായണന് വീണ്ടെടുക്കുന്ന ഒഴുകൂര്. കുറച്ച് നാൾ മുമ്പ് ഒരു 70 വയസ്സുള്ള അമ്മച്ചി നാട്ടിലെ 50ഓളം പിള്ളേർ ലഡു വിതരണം ചെയ്തു. അകരി വെച്ച് ആൻറ്റിയുടെ ബർത്ത്ഡേ ആണോ? അല്ല. വിവാഹ വാർഷികമാണോ? അല്ല. കുഞ്ഞുങ്ങളുടെ ജന്മമാണോ? അല്ല. പിന്നെ ലഡു. ആൻറ്റിയുടെ മറുപടി, കഴിഞ്ഞ 9 മാസമായി സീരിയലിൽ ഗർഭിണിയായിരുന്ന ശ്രീലക്ഷ്മി മിനിയാന്ന് പ്രസവിച്ചു. അതിൻ്റെ സന്തോഷമാണ് ആൻറ്റിയുടെ ലഡു നാട്ടുകാർക്ക് കൊടുക്കുക. വീട് ഒരു സിനിമാ തിയേറ്ററാണ്. 4 ചില കുടുംബങ്ങൾ ബ്യൂട്ടി പാർലറുകൾ, അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ, മേക്കപ്പ് സാധനങ്ങൾ പരമാവധി മേടിക്കുക. ചില ആണുങ്ങളുണ്ട്, വയസ്സ് 80 ആയാലും ഒരു മുടി പോലും നനച്ചിട്ടില്ല. കറുത്ത കരിക്കലെ പോലെ തലയിൽ മുടി ചുമക്കുന്നവരുണ്ട്. ഒരു 75 വയസ്സിലേക്ക് കൊടുക്കാം, 80-ആം വയസ്സിലും മുടി.
ചില ആന്റിമാരുണ്ട്, വയസ്സ് 70, പല്ല് പറഞ്ഞ കുഴി, പവണിട്ട് നികത്തി, ചുണ്ടിലും കണ്ണിലും ചായവും പൂശി നടക്കണ കണ്ടാൽ തോന്നും ഏതോ കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മ കുച്ചിപ്പുടി കാണാൻ പോകുന്നവരെ നടക്കുന്നവരെ കാണാം. ചില യുവതികളുണ്ട്, വയസ്സ് 18 or 20, മര്യാദയിൽ തുണി വിട്ട് നടന്നാൽ ആരും ഒന്നോട് നോക്കും. ചില യുവതികൾ ഏറിയ ഡ്രസ്സും ധരിച്ച്, ഇല്ലിക്കുറ്റി പൂട്ടുകുറ്റി പല ഷൂസും ധരിച്ച്, തല മുന്നോട്ടുന്തി പ്രദോഷം പിന്നോട്ട് തള്ളി നടക്കുന്ന കണ്ടാൽ തോന്നും തകഴി ഭാഗത്തു നിന്നും ഏതോ എരുമക്കിടാവോ പിണ്ണാത്തവെള്ളം കുടിക്കാൻ അമ്പലപ്പണിക്ക് പോകുന്നതല്ലേ കുന്തിയും ചില നടക്കുന്ന കാണാം. കുടുംബം ഒരു ബ്യൂട്ടി പാർലർ. ചില കുടുംബങ്ങൾ ബ്യൂട്ടി പാർലറുകൾ, അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ ഇഷ്ടംപോലെ മേടിച്ചു വെക്കുക. 5, ചില വീടുകൾ ചുടലക്കളങ്ങളാണ്, സിമിത്തേരിയാണ്. ചില വീടുകൾ ചുടലക്കളങ്ങളാണ്, സിമിത്തേരിയാണ്. വർത്താനമില്ല, മിണ്ടലില്ല, ചുടലക്കളത്തിൽ സംസാരമില്ല. ഭർത്താവ് നാട്ടിൽ ഇഷ്ടംപോലെ വർത്താനം പറയും, പക്ഷേ ഭാര്യയെ കാണുമ്പോൾ രാജസ്ഥാൻ മാർബിളുടെ പരസ്യം പോലെ ഇങ്ങനെ മസിൽ ചിന്തിക്കും. പെണ്ണുങ്ങൾ കൂട്ടുകാരെ കാണുമ്പോൾ കുടുംബശ്രീ, ജനശ്രീ, ഭയങ്കര വർത്താനം. വീട്ടിൽ ചെല്ലുമ്പം കെട്ടിയോട് വിടാൻ മാത്രം വിഷയമില്ല. ഞാൻ അച്ഛനാണ്, ഒപ്പം കോടതിയിലെ വക്കീലുമാണ്, കുടുംബ കോടതിയിൽ കേസ് നോക്കുന്ന ആളാണ്. അപ്പം എൻ്റെ അനുഭവത്തിൽ ഒരുപാട് കുടുംബങ്ങളിലെ പ്രശ്നം, ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നം വരുന്നത് വർത്തമാനം പറച്ചിൻ്റെ കുറവാണ്. ചില കേസുകൾ കോടതിക്ക് പുറത്ത് തീർക്കാൻ കൊണ്ടുവരും. 15 മിനിറ്റ് ഭാര്യാഭർത്താക്കന്മാർ അടുത്തിരുന്ന് വർത്തമാനം പറഞ്ഞാൽ പല പ്രശ്നവും തീരും. പല കുടുംബത്തിലും സമയമില്ല. ഒരു സ്ഥലത്ത് ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞു, നല്ല ഭാര്യാഭർത്താക്കന്മാർ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു 15 മിനിറ്റ് മുട്ടി ഒരുമി അടുത്തിരുന്ന് വർത്തമാനം പറയാൻ. ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ഛോ 15 മിനിറ്റൊന്നും വേണ്ട, ഈ മനുഷ്യൻ ഒരു 5 മിനിറ്റ് മിണ്ടിയാൽ മതി. ഞാൻ സന്ധ്യയാകുമ്പം 3 അടിയുടെ കാര്യം പറയും, വേറെ ഒന്നും പറയത്തില്ല. 3 അടി, എന്താ 3 അടി? ഒന്ന് സന്ധ്യയാകുമ്പോൾ പ്രാർത്ഥിക്കടി, കഞ്ഞി വിളമ്പടി, പാവിരിക്കടി, ഈ 3 അടിയുള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു സ്ത്രീ പറഞ്ഞു, എനിക്ക് എൻ്റെ കെട്ടിയവനെ കാണുമ്പം അടിവേര് നോക്കി ഒരു തൊഴി കൊടുക്കാനോ തോന്നുന്നു. ഞാൻ ചോദിച്ചു, അതെന്നാ അടി? ആദ്യ രാത്രി ചൂടടിച്ച് പതിവിന് കീഴെ മുട്ടി ഒരുമി കിടന്ന കൊച്ചു വർത്താനം വരാൻ നോക്കിയപ്പോൾ പാതിരാത്രി 12 മണിക്ക് ഇത് ഞാൻ ചാടി എഴുന്നേറ്റ് ചോദിക്കുക, ഡെൻമാർക്കിൻ്റെ തലസ്ഥാനമല്ല ഇതെന്നാ വെച്ചാൽ ഭൂമിശാസ്ത്രം പഠിക്കാനാണോ എന്നെ കേട്ടിട്ടുള്ളത്? നീയാണ് അങ്ങനെ ചോദിച്ചത്. എൻ്റെ അച്ഛ വിവാഹത്തിനൊരുക്കിയ മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞു, വിഷയങ്ങൾ തീരുമ്പോൾ മനഃപൂർവ്വം വിഷയങ്ങൾ ഉണ്ടാക്കി വർത്താനം പറയണം. പൊതുവിജ്ഞാനം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിഷയം എടുത്തിട്ടു, ഇത്രയും വലിയ വിഷയമാകുന്നു ഒരിക്കലും ഓർത്തിരുന്നില്ല. മനഃശാസ്ത്രം പറയുന്നത് ആണുങ്ങൾ ഒരു ദിവസം 7000 വാക്ക് പറയുമ്പോൾ പെണ്ണുങ്ങൾ ഒരു ദിവസം 14000 വാക്ക് പറയും. അത് കുടുംബത്തിൽ അറിയണം. അത് വർത്താനം മാത്രമല്ല, ആക്ഷൻ, ഗോഷ്ഠി, ചേഷ്ട എല്ലാമായിട്ടാണ്. ഭർത്താവ് അമ്പലപ്പുഴ ടൗണിലേക്ക് പോയി, തിരിച്ചു വരുന്ന വഴിക്ക് അവൻ്റെ 6500 വാക്കും വഴി തീർന്നു പോയി. പിന്നെ 500 സ്റ്റോപ്പുള്ളൂ. വീട്ടിൽ വരുമ്പോഴത്തേക്കോ ഭാര്യ 14000 ഇങ്ങനെ ഇരിക്കുക. മിണ്ടാതെ കിഴി എന്ന് പറഞ്ഞേക്കില്ല. അങ്ങനെ മിണ്ടാതിരുന്നാൽ പിറ്റേ ദിവസം അവൾ 28000 വാക്കുമായിട്ട് വരും. ഓരോ ദിവസവും മിണ്ടി തീർക്കണം. ചില ആണുങ്ങൾ അധികം വർത്താനം പറയില്ല, പിണക്കം കൊണ്ടൊന്നുമല്ല, അത്രയും സ്റ്റോക്കുള്ളൂ. അതുകൊണ്ടാണ് അതേ അമ്മച്ചിമാർ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ ചില ആണുങ്ങൾ എല്ലാം പറയത്തുള്ളൂ. അത് സ്റ്റോക്ക് തീർന്നു പോയിട്ടാണ്. ഒരു 7000 വാക്ക് പറയുമ്പോൾ 7000 14000 ആയതാണ്. അവൻ ചോദിച്ചു, എന്നാണ് നീ പറഞ്ഞേ? കണ്ടോ, അതുപോലും 2 പ്രാവശ്യം പറഞ്ഞാൽ വിളി എടുത്തുള്ളൂ. ഇപ്പം സംസാരം വർത്താനമില്ലേ, വീട് ഒരു ശ്മശാനമായിട്ട് കിടക്കും. വീണ്ടും വീട് ഒരു നരകം. എങ്ങനെയാണ് വീടാണ് നരകം? ക്ഷിപ്ര കോപമുള്ള കെട്ടിനും അതുപോലെ ചൂടാകുന്ന ഭാര്യ, തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്ന ഭർത്താവ്, തെറിക്കുത്തരം മുറിപ്പത്തലെന്ന് പറയുന്ന ഭാര്യ. കുറേ കാര്യങ്ങളിൽ സ്ത്രീകളും മിണ്ടാതെ അടങ്ങി ഒതുങ്ങിയിരിക്കണം എവിടെയാണെങ്കിലും. അത് ആണുങ്ങളുടെ അവകാശമല്ല, സ്വന്തം മക്കൾക്ക് വേണ്ടി അമ്മ കാണിക്കുന്ന ഔദാര്യമാണ്. കുടുംബം നിലനിൽക്കണോ ചില വിട്ടുവീഴ്ചകൾ, അയവുകൾ. നമ്മൾ പലരുടെയും കുടുംബം നിലനിന്നത് നല്ല അമ്മമാരുടെ ക്ഷമയും കണ്ണടിച്ച് വീഴുന്നതും പോട്ടെ എന്ന് വെച്ചതുമാണ് കുടുംബങ്ങളെ ബലപ്പെടുത്തുക. ഒരു ഉത്സവാഘോഷത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഓർക്കുക, എൻ്റെ കുടുംബത്തിൽ അല്പം കൂടെ ശാന്തത പാലിക്കുന്ന ഒരു ഭാര്യയായി ഞാൻ മാറി. പാർവതീ പരിണയം എന്നൊക്കെ പറയുമ്പോൾ
വിവാഹത്തെക്കുറിച്ചൊക്കെ നമ്മൾ നല്ല ചിന്ത പങ്കുവെക്കുമ്പം ഓർക്കുക അല്പം കൂടി ശാന്തമായിട്ട് ഒതുങ്ങുന്ന ഒരമ്മയാകണം. ചുമ്മാ എടുത്തു ചാടുന്ന ഒരു ഭർത്താവാകരുത്. ശാന്തത കുടുംബത്തിൽ ആവശ്യമാണ്. വഴക്കും വെള്ളമുണ്ടോ നരകം. ഒരു കുടുംബനാഥൻ എന്നും സ്കൂൾ അധ്യാപകനാണ്. സ്കൂളിൽ പോകുമ്പോൾ ഭാര്യയെ 5 തെറി വിളിച്ചിട്ടേ പോകും. ഭാര്യ ഒറ്റയ്ക്ക് തെറിയും പറഞ്ഞ് അടുത്ത് തീ കത്തിക്കും. ഒരു ദിവസം ഭർത്താവ് ഭാര്യയോട് വഴക്കുണ്ടാക്കി സ്കൂളിലേക്ക് പോയി. എന്നും 4 വരുന്ന ഭർത്താവ് ഉച്ചകഴിഞ്ഞ് 2:30 വന്നു. ഭാര്യ വിളിച്ചു, താനാടോ അവധിയെക്കൊണ്ട് വഴക്കുണ്ടാക്കാൻ നേരത്തെ എഴുന്നള്ളിരിക്കുകയാണ്. ഏറ്റവും നല്ലടി ഞാനും ഹെഡ് മാസ്റ്ററോട് 1 പറഞ്ഞു 2 പറഞ്ഞു കത്തി കയറി കൊമ്പ് കൊണ്ടു. അരിശമെന്ന ഹെഡ് മാസ്റ്റർ എന്നോട് പറയുക, താൻ വല്ല നരകത്തിലോട്ടും പോടൂ, എന്നേൽ ഇങ്ങോട്ട് തന്നെ പോകുന്നത് വേറെ എങ്ങോട്ട് പോകാനായില്ല. വഴക്കും വെള്ളമുണ്ടോ കുടുംബം നരകം. ഇവിടെ നമ്മൾ ഓർക്കുക, ദൈവം എന്ന ഭാര്യ, ദൈവം എന്ന ഭർത്താവ് സന്തോഷത്തോടെ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. നരകമാകുമ്പോഴാണ് ഡൈവോഴ്സ്. ഒരു കുടുംബ കോടതി ചെന്നു. മാനപ്പെട്ട കോടതി ഡൈവോഴ്സ് വേണം. കോടതി ചോദിച്ചു, എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 15. മക്കളെത്ര? 3 മക്കളും 15 വർഷമായപ്പോഴാണ്. ആദ്യ നാളുകളിൽ ചിന്തിക്കാൻ മേലായിരുന്നു. അവൻ പറഞ്ഞു, മാനപ്പെട്ട കോടതി ആദ്യകാലത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഡൈവോഴ്സ് ആഗ്രഹിച്ചതാണ്. അതെന്താ? അടച്ചുകുറ്റി, മൂടച്ചട്ടി, കപ്പ്, സ്പൂണ്, ഫോർക്ക്, ബക്കറ്റ്, ഗ്ലാസ് ഇതപെടും. എനിക്ക് ഏറോടേറെ ജഡ്ജി പറഞ്ഞു 15 വർഷം സഹിച്ചാൽ ഇപ്പോൾ എന്താ? അവൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി അടുത്തയിടെയായി ഉന്നമായിട്ട് വരുന്നു എന്നാണ് കൊണ്ടുവരുന്നു. ഉന്നമായിട്ട് വരുന്നു. ജഡ്ജിക്ക് മുറിക്കാൻ പറ്റും. ജഡ്ജി പറഞ്ഞു, 3 മക്കളുണ്ടല്ലോ, കൃത്യം പപ്പാതി വീതം വെക്കാമെങ്കിൽ ഡൈവോഴ്സ് തരാം. വെട്ടി മുറിക്കാൻ പറ്റുമോ? അവൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി 1 വർഷം കൂടെ തന്നാൽ മതി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അവളെയും കൂട്ടിപ്പോയി. താമസിയാതെ ഗർഭിണിയായി. പ്രസവം കഴിഞ്ഞ് 21-ാം ദിവസം ഡൈവോഴ്സിൻ്റെ ഫൈനൽ ഡേറ്റ്. 4ാമത്തെ പ്രസവത്തിൽ 4ാമത്തെ കുഞ്ഞാകുമ്പം 2 എന്ന് പതുക്കാം കണക്കൂട്ടിയിരുന്നു. പക്ഷെ അവൻ്റെ ഗതികേട്, അവൻ്റെ മെമ്പർ നോക്കി 4ാമത് പ്രസവിച്ചത് ഇരട്ടപ്പിള്ളേര് 5 അപ്പം ദൈവം യോജിപ്പിച്ച കുടുംബങ്ങൾ പിരിയണം എന്ന് പറയുമ്പോഴും ഈശ്വരൻ മനസ്സിലാകുന്നെങ്കിൽ അത് നടക്കത്തില്ലല്ലോ. വീട് ഒരു നരകമാണ്. വഴക്കും ബഹളവുമുള്ള ഒരു നരകം. 7ാമത് ഒരു കൂട്ടം കുടുംബമുണ്ട്. ആ കുടുംബത്തെ വിളിക്കും വീട് ഒരു അനാഥശാല. അനാഥശാല എന്താ? അനാഥശാല പ്രായമായ അപ്പനമ്മ എല്ലാം ആയിട്ട് ഓടി നടക്കുന്ന മക്കൾക്ക് അമ്മയോട് ഇരിക്കാൻ സമയമില്ല, അപ്പനോട് ഇരിക്കാൻ സമയമില്ല. ആ വീട് അനാഥശാല. പാർട്ടിയുണ്ട്, പഞ്ചായത്തുണ്ട്, ക്ഷേത്രമുണ്ട്, എല്ലാത്തിനും ആക്റ്റീവാണ്. പക്ഷെ പ്രായമുള്ള അപ്പനോട് ഇരിക്കാൻ അമ്മയോട് ഇരിക്കാൻ സമയമില്ല. അവർ പരിക്കകത്ത് കിടക്കുക. ആ വീടാണ് അനാഥശാല. നമ്മൾ ഒരു കാര്യം ഓർത്തോണം, പ്രായമായ അപ്പൻ്റെ കണ്ണ് കാണുകയല്ലേ, അപ്പന് തൊടാവുന്ന ദൂരത്തിൽ അല്പസമയം ഇരുന്ന് കൊടുക്കണം. ഇതാണ് ഒരു ക്ഷേത്രം തരുന്ന, ഉത്സവം തരുന്ന സന്ദേശം. കുറച്ച് പടക്കമോ മേളമോ അലങ്കാരമോ അല്ല. അമ്മയുടെ ചെവി കേൾക്കിയല്ലേ, തൊണ്ട പൊട്ടുന്ന പോലെ അമ്മയോട് വർത്താനം പറയണം, മകളെ കൊണ്ട് മിണ്ടിക്കണം. ഒരിക്കലും അനാഥശാലയായ വീട് നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും തോന്നരുത്. ഒന്നുമല്ല, ചുമ്മാ മൂളി കേൾക്കണം. ചിലപ്പം ചോദിക്കും, ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോടാ? കേൾക്കുന്നുണ്ടോടി? ഇന്ന് ഞാൻ മൂളാത്തത്. ചില മക്കളും മൂളും. മൂളുന്ന കേട്ടാൽ പൊമരേനിയം പെട്ടി വരയ്ക്കുന്ന പോലെ ചില മക്കളുടെ മൂളൻ. ഓ യാ. ഒരു മകൻ ജർമ്മനിയിൽ വന്നു. പ്രായമുള്ള അമ്മ പറഞ്ഞു, മോനെ പിത്തം കഫം ചുമ വരാൻ വല്ലാത്ത ക്ഷീണം. അമ്മൻ എമ്മതാന്ന് അങ്ങനെ അമ്മയ്ക്ക് ചൊറിഞ്ഞു കരുതുക. അമ്മ പറഞ്ഞു, മോനെ കാച്ചിയനെ കുഴമ്പ ഗുളിക മരുന്ന് മാസം 1500 രൂപ. അക്കൗണ്ട് ഇടുന്നുണ്ടല്ലോ. പിന്നെ അമ്മയ്ക്ക് ഞെക്ക് കൊടുക്കാനാണ് തോന്നിയത്. അമ്മ പറഞ്ഞു, കോട്ട മോനെ, അമ്മയുടെ ഓയിൽ സാരിയും ബ്ലൗസും കഴിഞ്ഞ ആഴ്ച ഒരു എലി വെട്ടി. റിയലിയല്ല മോനെ, പഴയ പെരേലിയാണ് ദൂരെ കളഞ്ഞത്. അടുത്തിരിക്കണം, മുകളിൽ കേൾക്കണം. ചില വീടുണ്ട് ജയിൽ പോലെ, പ്രായമായ അപ്പനും അമ്മയ്ക്കും ജയിൽ പോലുള്ള വീടുണ്ട്. വീട്ടിൽ നമ്മൾ മുറിക്കകത്ത് കയറിയിട്ട് മുറിക്കകത്തിരിക്കുന്ന നമ്മൾ അകത്തുനിന്ന് കുറ്റിയിട്ടാൽ ഗൃഹം. നമ്മൾ അകത്ത് കയറുമ്പം പുറത്തുനിന്ന് കുറ്റിയിട്ടാൽ അത് കാരാഗൃഹം. നിങ്ങൾ നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ അടുക്കൽ ഇരിക്കാൻ സമയം കിട്ടുന്നില്ലേ എങ്കിൽ ആ വീട് കാരാഗൃഹം. നമ്മൾ ഇരിക്കുമ്പോഴോ ഗൃഹം. ചില വീടുകൾ എത്രമത്തെ വീട്, പകഴിയുടെ അപ്പുറത്ത് ഒരു വീട് ഞാൻ വെഞ്ചിരി പ്രാർത്ഥിക്കാൻ വേണ്ടി ബ്ലസ് ചെയ്യുക.
കൃഷി ഏരിയയിൽ കയറിയത് തകഴി ഇറങ്ങിയപ്പം കേളമംഗലമായി ഇത്രയും പിടിച്ച കെട്ടിടങ്ങൾ. ചില വീടുകളിങ്ങനെ ആരും അടുക്കലില്ല, അപ്പനും അമ്മയും മാത്രമുണ്ട്. ആ വീടാണ് ഓർഫനേജ് എന്നൊക്കെ പറയുക, അനാഥശാല എന്ന് പറയുക. ഒരു വീട്ടിൽ വല്യപ്പൻ ചാരികസയിലെ കാലം കെട്ടിയിരുന്നു. 75 ദിവസം വല്യപ്പൻ പത്രം വായിക്കുന്നു. 6 വയസ്സുള്ള പേരെക്കുട്ടി പറഞ്ഞു, വല്യപ്പ കണ്ണടി ഊരിയിട്ട് കണ്ണൊന്നടയ്ക്കാവോ? വല്യപ്പൻ ചോദിച്ചു, കളിക്കാനാണോ? കണ്ണടച്ചാൽ പറയാം. വല്യപ്പൻ പറഞ്ഞു, പത്രവായന കഴിയട്ടടാ, കണ്ണടയ്ക്കാം. അരമണിക്കൂർ പത്രം വായിച്ചു, പാടാ ഇനി കളിക്കാം. വല്യപ്പനെ മടി കയറിയിരുന്നു. കണ്ണ് ശരിക്കും 2 കണ്ണും തിരുമിക്കൊണ്ട് പറഞ്ഞു, ശരിക്കും അടഞ്ഞല്ലേ? അടഞ്ഞു. ഓ, ഇനി ഞങ്ങളുടെ വീട്ടിൽ സമാധാനമായെന്നാണ്. അതെന്നാടാ, എന്നും കിടക്കാൻ നേരത്ത് മമ്മി ഡാഡിയോട് പറഞ്ഞു കേൾക്കാം, വല്യപ്പൻ്റെ കണ്ണടഞ്ഞാലേ ഈ വീട്ടിൽ സമാധാനം ഉണ്ടാവും, ഈ വീട്ടിൽ സമാധാനം ഉണ്ടാവും. നമ്മളെങ്ങനെ പെരുമാറുന്നോ അത് നിങ്ങളുടെ മക്കൾ കണ്ടുപഠിക്കുന്നു. വീട് അനാഥശാലയാണോ? ഞാൻ ഒരു സംഭവം കേട്ടു. ഒരു പള്ളിയിൽ ക്ലാസ്സെടുക്കാൻ ചെന്നപ്പോൾ ഒരു വീട്ടിൽ 80 വയസ്സുള്ള അപ്പനും അമ്മയും പ്രായമായി 3 കെടാമുട്ടന്മാർ ആൺപിള്ളേരുണ്ട്. അവരും ഭാര്യമാരും മാറി താമസിക്കുക. അപ്പൻ്റെ പുറത്തൊരു മുറിവ്, അത് പഴുക്കുക. അമ്മ പൊടിയിട്ട് മുറിവ് കരിക്കുന്നു. ചൂടുവെള്ളത്തിൽ തുണി മുക്കി മുറിവിൽ തുടയ്ക്കുന്നു. ശുശ്രൂഷ മുഴുവൻ. ഈ മക്കൾക്ക് അറപ്പ. പക്ഷേ കഴിഞ്ഞ 2 മാസമായിട്ട് ഈ മക്കള് അപ്പൻ്റെ മുറിയിൽ നിന്ന് മാറിയല്ല, കട്ടിലേന്ന് പൊങ്ങത്തുമില്ല, വാദപ്പടിയിൽ ഇരിപ്പ്. അമ്മയോട് ചോദിച്ചു, കൂടിയ ഷെയർ ഒന്നും കൊടുക്കാമെന്ന് പറഞ്ഞോ മക്കൾക്ക് ഈ മാറ്റം? അമ്മ പറഞ്ഞു, ഷെയർ ഒന്നും കൊടുക്കാമെന്ന് പറഞ്ഞില്ല. 2 മാസം മുമ്പ് ഞാൻ പൊടിക്കൈ കാണിച്ചു, അതിൻ്റെ ഇഫക്റ്റാണ്. എന്താ കാണിച്ചത്? 2 മാസം മുമ്പ് ഈ അപ്പനെ നോക്കാനായി ഒരു സുന്ദരിയായ ഹോം നേഴ്സിനെ കൊണ്ടുവന്ന് ഞാൻ നിർത്തി. ഇവന്മാര് മുറിയിൽ നിന്ന് പോകത്തുമില്ല, വാദപ്പടിയിൽ നിന്ന് പോകത്തുമില്ല, ഫിക്സഡ് ഡിപ്പോസിറ്റ് തന്നെ ഇരിപ്പാണ്. അപ്പോൾ ഒരു അപ്പനെ അമ്മയെ നോക്കണമെങ്കിൽ ഒരു ബോണസ് പോയിന്റ് ആയിട്ട് ഒരു ഹോം നേഴ്സ് വേണം. അങ്ങനെയുള്ള വീടാണോ? വീട് അനാഥശാല. 8, വീട് ഒരു ചന്ത. വീട് ഒരു ചന്ത. ചന്തയിലെ ഭാഷ. വാ പൊളിച്ചാൽ ചുമ്മാ ഭാര്യയെ തെറി വിളിക്കുക, വാ പൊളിച്ചാൽ ഭർത്താവിനെ ചീത്ത വിളിക്കുക. അത് വിളിക്കുന്ന വാക്കാണ് വീട് ഒരു ചന്ത. ഒരപ്പൻ്റെ വർത്തമാനം ആൺകുട്ടി കേട്ടുപഠിക്കും, അമ്മയുടെ സംസാരം പെൺകുട്ടി കണ്ടുപഠിക്കും. അപ്പനമ്മ ചീത്തവാക്ക് പറഞ്ഞു, മക്കളും അങ്ങനെ തന്നെ പറയും. ഒരപ്പൻ നാടിൻ്റെ ഉത്സവ ആഘോഷത്തിൽ ഒരു മുഴുത്ത പ്ലാസ്റ്റിക് തീവണ്ടി 5 വയസ്സുള്ള മോനെ മേടിച്ചു കൊടുത്തു. ഈ അപ്പനെപ്പോഴും വാ പിടിച്ചാൽ തെറി പറയുന്ന അപ്പനാണ്. എപ്പം പറഞ്ഞാലും കോപ്പ്, കിഴങ്ങ്, മാട, കോട, ഓക്കൻ, ഉണ്ണാക്കൻ, കോന്തൻ, കൊശവൻ, പൊട്ടൻ, ഇതുകൂടി വാക്കുകൾ പറയുള്ളൂ. ഈ മോനും ഉടനെപ്പറ്റി പോലെ പറഞ്ഞു പിടിച്ചു. ഓക്കൻ, കിഴങ്ങൻ, പൊട്ടൻ, കൊശവൻ, കോന്തൻ ഈ വാക്ക് പറയും. തീവണ്ടി മേടിച്ചു കൊടുത്തു. അവൻ തീവണ്ടി നേരെ നിർത്തി ചോളം പിടിക്കുന്ന ശബ്ദം കേൾപ്പിച്ചു. അവൻ പറഞ്ഞു, പ്രിയപ്പെട്ട യാത്രക്കാരെ, നമ്മുടെ ട്രെയിൻ കോട്ടയത്ത് നിന്നും ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ വഴി കൊല്ലത്തേക്ക് പോവുകയാണ്. 1-ാം നമ്പർ കമ്പാർട്ട്മെന്റിൽ 5 കിഴങ്ങന്മാരും 2-3 ഓക്കന്മാരും കയറിയിട്ടുണ്ട്. ട്രെയിൻ പോകുന്ന ശബ്ദം കേൾപ്പിച്ചു. കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ചങ്ങനാശ്ശേരി എത്തി. 3 പൊട്ടന്മാർ കയറിയപ്പം 4 മറ്റന്മാർ പിന്നെയും കയറി പോവുക. അരിശവനപ്പം തീവണ്ടി എടുത്ത് ഒറ്റയേർ 4 കഷ്ണമായിട്ട് തീവണ്ടി പൊട്ടി പറഞ്ഞു പോയി. ഇവൻ കുത്തിയിരുന്ന് കരഞ്ഞു. അരമണിക്കൂർ കരഞ്ഞ് സ്വരമടച്ചു. അത് കഴിഞ്ഞ് അപ്പൻ്റെ മനം പിടിച്ചു. ഇങ്ങനെയാടാ കരയുന്നത്. അപ്പൻ തീവണ്ടി തന്നെ പൊട്ടിച്ചില്ല, അതുകൊണ്ടാണ്. അപ്പം പറഞ്ഞു, സാരമില്ല, പരിഹാരമുണ്ട്, പുതിയൊന്നും മേടിച്ചു തരാമോ? അതിന് കാശില്ല. പിന്നെയോ, ഇത് പെറുക്കി കൊളുത്തി തരാം. അപ്പൻ കഷ്ടപ്പെട്ടിരുന്ന് പെറുക്കി കൊളുത്തി ആ തീവണ്ടി നേരെയാക്കി കൊടുത്തു. മോൻ മേലിൽ ചീത്തവാക്ക് പറയാൻ ഇല്ല. അപ്പം നോക്കി നിന്നു. അവൻ തീവണ്ടി നേരെ നിർത്തി ചൂളം പിടിച്ചു. അവൻ പറഞ്ഞു, പ്രിയപ്പെട്ട യാത്രക്കാരെ, നമ്മുടെ ട്രെയിൻ ചങ്ങനാശ്ശേരിയിൽ തിരുവല്ല, ചെങ്ങന്നൂർ വഴി കൊല്ലത്തേക്ക് പോകുന്നു. ഒരറിയിപ്പുണ്ട്, ഒരു മറ്റവൻ്റെ മോൻ കാരണം ട്രെയിൻ 1 മണിക്കൂർ താമസിച്ചു പോയി എന്ന കാര്യം കേരളവും ഞാൻ അറിയിക്കുന്നു. എങ്ങനെയാണോ അപ്പനമ്മ അങ്ങനെയാ മക്കളെന്ന നിങ്ങളെ കണ്ടുപിടിക്കുന്നു. വീട് ഒരു ചന്തയാണോ? ചന്തയിലെ ഭാഷയുണ്ടോ? ലോകത്ത് എല്ലാ ഭാഷകളിലും തെറിയുണ്ട്. ലോക ഭാഷകളിൽ തെറിക്കൊക്കെ മുഴുപ്പ് കുറവാണ്. ഏറ്റവും കൂടുതൽ തെറിയുള്ള ഭാഷ ശ്രേഷ്ഠ ഭാഷയായ മലയാളമാണ്. മലയാളത്തിലൊരു തെറിയാണ് ഗിന്നസ് ബുക്കിലെ ഏറ്റവും കൂടുതൽ തെറി.
ഒരു തെറിയുടെ നീളം 1 മിനിറ്റ് 3.5 സെക്കൻഡ്. ഉള്ളടക്കം ആര് തെറി കേട്ടോ, തെറി കേട്ടതിൻ്റെ 7 തലമുറകളിലുള്ള അപ്പനപ്പൂപ്പന്മാരുടെ സകല അവയവങ്ങളും തലോടി കടന്നുപോയ ഒരു അന്താരാഷ്ട്ര തെറി എന്നാ പറയുക. ചീത്ത വിളിക്കുന്ന സ്വഭാവമുണ്ടോ? ഒരു സ്ഥലത്ത് ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞു, നല്ല ഭർത്താക്കന്മാർക്ക് ഭാര്യയെ നേടണമെങ്കിൽ ഭാര്യയുടെ പേരിനോട് ചേർത്ത് മോളെ എന്ന് വിളിക്കണം. വയസ്സ് എത്രയായാലും കെട്ടിയവൻ മോളെ എന്ന് വിളിക്കുമ്പം പെണ്ണുങ്ങൾക്ക് സന്തോഷമാണ്. കെട്ടിയവൻ വിളിച്ചെങ്കിൽ വേറെ ആരെയും വിളിച്ചാൽ അവരോട് സന്തോഷം കൂടുതൽ തോന്നും. അതുകൊണ്ട് മോളെ എന്ന് വിളിക്കണം. ഞാൻ പറഞ്ഞു, മിനിയാണോ മിനി മോളെ, ജെസ്സിയാണോ ജെസ്സി മോളെ, ശാരദയാണോ ശാരദ മോളെ, ശാലിനിയാണോ ശാലിനി മോളെ, മോളിയാണോ മോളുടെ മോളെ എന്ന് വിളിച്ചാൽ അത് വലിയ സന്തോഷം. ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ഛൻ ഒരു ക്ലാസ്സും കൂടണ്ട, കല്യാണം കഴിഞ്ഞ 6 മാസം കഴിഞ്ഞപ്പോൾ മുതൽ എന്നെ കെട്ടിയവൻ എന്നെ മോളെ പിടിപ്പിച്ച് അവസാനമാണ് മോളെ എന്നുള്ള വിധി വരിക. വീട് ഒരു ചന്തയാണോ, വീടൊരു ചന്തയാണോ എങ്കിൽ ദൈവികമായ സ്ഥലത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ദിവസത്തിൽ തമ്പുരാൻ പറയുന്നു, ദൈവം പറയുന്നു, 9ഉം 10ഉം മോഡലായി വീട് മാറി പ്രായമായ കാരണവന്മാരെ നിങ്ങൾ നോക്കുന്നത് കണ്ട് നിങ്ങളുടെ മക്കൾ പഠിക്കണം. നിങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരെ നോക്കുമ്പോൾ നിങ്ങളുടെ വാർദ്ധക്യത്തിൽ ആ കുഞ്ഞുങ്ങൾ നിങ്ങളെയും നോക്കും. വീട് ഒരു വിദ്യാലയം. ആൾക്കാർ പറയണം, അപ്പനെ നോക്ക്, അമ്മയെ നോക്ക്, ക്ഷേത്രം, ഈശ്വരാരാധന, വിളക്ക് വെക്കുന്നു, സന്ധ്യാനമസ്കാരം, അതാണ് വീട് വിദ്യാലയം. എല്ലാവരും പറയും, ആ മക്കളെ നോക്കി പഠിക്കുക. എന്ത് നല്ല മക്കളാണ്, അവരെ നോക്കി പഠിക്കുക. കാരണവന്മാരെ ബഹുമാനിക്കുന്നതാണല്ലോ. അങ്ങനെ നോക്കി പഠിക്കുന്ന വീട്, അതല്ലേ ഹൈന്ദവ ആചാരത്തില് നമ്മുടെ ആത്മീയതയുടെ ഉറവിടങ്ങളായ വേദങ്ങൾ മുഴുവൻ പഠിപ്പിച്ചത്. പേരൻസിനെ റെസ്പെക്ട് ചെയ്യണമെന്നാണ്. അപ്പനമ്മമാരെ ബഹുമാനിക്കണം, ആരാധിക്കണം. അത് നമുക്കൊരു ഹൈന്ദവ ആചാര പാരമ്പര്യവുമാണ്. യൂറോപ്യൻ സംസ്കാരങ്ങളിൽ അപ്പനമ്മമാരെ അവിടെ ഇവിടെയും തള്ളുമ്പോൾ ഹൈന്ദവ പാരമ്പര്യം നിലനിൽക്കുന്ന ആക്ഷഭാരതത്തില് കാരണവന്മാരെ എത്ര ക്ഷീണിച്ചാലും കൂടെ നിർത്താൻ നോക്കുന്ന ഒരു ശൈലി നമുക്കുണ്ട്. അത് മന്വന്തരങ്ങളെ മനസാക്ഷി സൂക്ഷിപ്പുകാരായ വേദേവി ഹാസ്യങ്ങൾ ഭാരതത്തിൽ നൽകിയ അമൂല്യമായ ചിന്തയുടെ ധാരയാണ്, ചിന്താ സമ്പത്തുമാണ്. അപ്പം നമ്മുടെ കാരണവന്മാരെ നോക്കുന്ന രീതി, ബഹുമാനിക്കുന്ന രീതി, അത് മക്കൾ കണ്ടുപഠിക്കണം. കുഞ്ഞുങ്ങളും നിങ്ങളെ പോലെ ഹൈന്ദവ ദർശനത്തിലും ആചാരത്തിലും അനുഷ്ഠാനത്തിലും ആ മക്കൾ വളരണം. ഓരോ മതവും അതിൻ്റെ ആചാരാനുഷ്ഠാനത്തിൽ അതിന് മക്കളെ വളർത്തിക്കൊണ്ടിരുമ്പോൾ സമൂഹം നന്നാവും, സമുദായം നന്നാവും. ഏത് മതം എന്നുള്ളതല്ല, അതിനുള്ള അവസരം ദൈവം തരുമ്പോൾ അതിനോട് നമ്മൾ സഹകരിക്കുക. അപ്പനും അമ്മയ്ക്ക് ഉണ്ടല്ലേ മക്കൾക്ക് കൊടുക്കാൻ പറ്റൂ, അല്ല കൊടുക്കാൻ പറ്റുമോ? 5 പഠിക്കുന്ന കുട്ടി സാർ എത്ര പഠിപ്പിച്ചാലും ഒരു വാക്ക് തെറ്റിച്ചേ പറയും. യൂണിവേഴ്സിറ്റി അവൻ പറയുമ്പോൾ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി, സാറ് കിള്ളി കഴിക്കുന്ന ഉള്ളി അടിച്ചു. അവൻ അതിനെക്കൊണ്ട് പറഞ്ഞു യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി. സാറ് പറഞ്ഞു, എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, ഞാൻ റിട്ടയർ ആകുന്നതിന് മുമ്പ് അപ്പനോട് നിങ്ങളുടെ മോനെ കൊണ്ട് യൂണിവേഴ്സിറ്റി എന്ന് പറയിപ്പിക്കണം. എഴുന്നേൽക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ചെവി വെടിവെക്കുന്ന പോലെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി പറഞ്ഞ് പഠിപ്പിക്കണം. അപ്പം പറഞ്ഞു, സാറെ അവനെ നിർബന്ധിക്കേണ്ട, അവൻ്റെ കപ്പാസിറ്റി അത്രേ ഉള്ളൂ, അങ്ങനെ പറയാൻ പറ്റൂ. എങ്ങനെയാണ് അപ്പനമ്മ അതുപോലെ ആയിരിക്കും മക്കൾ. തമിഴിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് തിരുക്കുറൾ. തിരുക്കുറൾ എഴുതുന്നത് തിരുവള്ളാവൂരാണ്. തിരുക്കുറൾ ചൊല്ലിയ ചോദ്യമാണ്, ഈ ഭൂമി ഏറ്റവും ഭാഗ്യമുള്ള അപ്പനാര് അമ്മയാര്? 1, വാർദ്ധക്യത്തിൽ മക്കളാൽ സംരക്ഷിക്കപ്പെടുന്ന അപ്പനും അമ്മയുമാണ്. നല്ല സ്ഥലത്തേലുള്ള മക്കളെ കിട്ടുന്നവരാണോ? മറുപടി പറയുന്നു അല്ലേ അല്ല. പിന്നെ ചോദിക്കും, ആരാ ഭാഗ്യമുള്ള അപ്പനമ്മ? മറുപടി നിങ്ങളോട് നാട്ടുകാർ ചോദിക്കണം. ഇത്രയും നല്ല മകളെ കിട്ടാൻ ഏത് ദൈവത്തോടാ നിങ്ങൾ പ്രാർത്ഥിച്ചത്? ഇത്രയും നല്ല മോനെ കിട്ടാൻ, മോളെ കിട്ടാൻ ദൈവത്തോടാ പ്രാർത്ഥിച്ചത്. നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെയൊക്കെ മക്കൾ നാളെ ആരായി തീരുമെന്ന്? പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഓരോ അമ്മയും കുഞ്ഞിനെ തൊട്ടിട്ട് താരാട്ട് പാടും. എന്താണ് താരാട്ട്? രാരാരു രാജി രാരു. നമ്മളോർക്കും കേൾക്കാൻ രസമുള്ള നല്ലൊരു വല്ലൊരു ഈരടി അമ്മ പറയുന്ന പാടില്ല. ഓരോ അമ്മയും കുഞ്ഞിനെ തൊട്ടിലിട്ടാട്ടിക്കൊണ്ട് ഈശ്വരൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ചോദ്യമാണ് താരാട്ട്. എന്താണ് ആ ചോദ്യം? ഈശ്വര,
തൊട്ടി കിടക്കുന്ന ഈ സാധനം ആരാരോ? ഇത് ശിവരസനാണ്, വീരപ്പനാണ്, ഒസാമ ബിൻ ലാദനാണ്, ഹമാസിൻ്റെ മക്കളാണോ? ഇതാരാരോ? ഒരു പിടിയില്ല. രണ്ടാമത്തെ ചോദ്യം, ഇതാരിലാരോ? ഈ കിടക്കുന്നത് രസതന്ത്രക്കാരി കൂടത്തായി ജോളിയാണ്, ഊഴതന്ത്രക്കാരി സരിത നായരാണ്, നയതന്ത്രക്കാരി സ്വപ്നയാണ്. ഇതാരാരോ? നമുക്കൊരു പിടിയില്ല. ദൈവം എന്ന കുഞ്ഞുങ്ങളെ ഈശ്വരകളിൽ കൊടുത്ത് നന്മയിൽ വളർത്തുമ്പോൾ 10ാമത്തെ മോഡൽ വീട് മാറും. കുടുംബം ഒരു ക്ഷേത്രം, കുടുംബം ഒരു ക്ഷേത്രം. പണ്ടത്തെ പാരമ്പര്യം അത്താഴപ്പട്ടിണിക്കാരുണ്ടോ എന്ന് ചോദിച്ച ആദ്യ ഭാരതത്തിൻ്റെ ഹൈന്ദവ പാരമ്പര്യം. രാമായണ മാസം, വിശേഷ ദിവസങ്ങൾ, ചൊവ്വാഴ്ച ആഘോഷങ്ങൾ, ക്ഷേത്ര ദർശനങ്ങൾ, ഇതൊക്കെ നടത്തുന്ന ഒരു പാരമ്പര്യമുണ്ട്. ഇത് നമ്മൾ വിശുദ്ധയോടെ നിങ്ങളെ ഏൽപ്പിച്ച് നടത്തണം. അത് നമ്മുടെ അവിടെ നാലമ്പല ദർശനം, രാമപുരം ഭാഗത്ത്, ചക്രവായി പോകുന്നതാകാം, എവിടെയാകട്ടെ, പാരമ്പര്യങ്ങൾ പഠിപ്പിച്ച കാരണന്മാർ പഠിപ്പിച്ച വിശുദ്ധ പാരമ്പര്യങ്ങളും നന്മകളും കുടുംബത്തിൽ കളയാതെ നിലനിർത്തുക. അതിന് ഇവിടെ നടക്കുന്ന ഈ ഉത്സവാഘോഷങ്ങൾ നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. കുടുംബത്തെ വിശദീകരിക്കാം, സമൂഹത്തെ വിശദീകരിക്കാം, നന്മയുള്ള മക്കളായി നമുക്ക് വളരാം. ജഗദീശ്വരൻ അതിനുള്ള വരം പ്രസാദവും ഏവർക്കും പ്രദാനം ചെയ്യട്ടെ. നന്ദി. സംഭാഷണത്തിലൂടെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും അതിലുപരി ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്ത ഫാദർ വർഗീസ് പുത്തൻപുരയ്ക്ക് പുൽക്കുടിൽ ദേവസ്ഥാന സമിതിയുടെ മൂവ്മെന്റ് നൽകി ആദരിക്കുന്നതിന് വേണ്ടി ശ്രീമതി കവിത പി കുറുപ്പിനെ നേരിട്ട് ക്ഷണിക്കുന്നു.